നോക്കൂ, നമ്മുടെ സംസ്ഥാനത്ത് ഏറെ വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഇടയാക്കിയ ശബരിമല യുവതീ പ്രവേശന കേസ് വീണ്ടും തുറക്കുകയാണ്. ശബരിമലയിലേക്ക് യുവതികൾക്ക് പ്രവേശനം അനുവദിക്കുന്ന വിധി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജികൾ ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും. അപ്പോൾ ഈ വിഷയത്തിൽ നമുക്കൊപ്പം കാര്യങ്ങൾ കൂടുതൽ പറഞ്ഞു തരാൻ വ്യക്തതയ്ക്ക് വേണ്ടി എത്തിയിരിക്കുന്നത് അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവനാണ്. നമുക്ക് സ്നേഹത്തോടു കൂടി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യും ഹെലോ മലയാളത്തിലേക്ക്. അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ, ഗുഡ് മോർണിംഗ്. സ്വാഗതം ഹെലോ മലയാളത്തിലേക്ക്. ഗുഡ് മോർണിംഗ് സർ. ചിലപ്പോൾ 2019 അവസാനമായിട്ട് ഈ കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത്. പിന്നീട് ഈ കോവിഡ് സാഹചര്യങ്ങളെ തുടർന്നൊക്കെ മാറ്റിവെക്കുകയായിരുന്നു. പിന്നീട് 6 വർഷങ്ങൾക്കു ശേഷം ഇന്ന് ആ കേസ് വീണ്ടും തുറക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പ്രതീക്ഷിക്കാം കോടതിയിൽ നിന്ന്? കോടതി ഏറ്റവും പ്രധാനമായി പരിശോധിക്കുന്നത് റിവ്യൂ പെറ്റീഷനുകളുടെ സാധ്യതയെ പറ്റിയാണ്. ശബരിമല വിധിന്യായം നമ്മൾ ചിലരെങ്കിലും മറന്നുപോയിട്ടുണ്ടാവും. കാരണം വർഷങ്ങൾ ആയി അതിൻ്റെ എന്തായിരുന്നു അതിനകത്ത് പരിഗണിക്കപ്പെട്ട നിയമവശം എന്നുള്ളത്. ഒരു പ്രായത്തിലുള്ള സ്ത്രീകൾക്ക് അവിടെ പ്രവേശനം നിരോധിച്ചുകൊണ്ടുള്ള സംസ്ഥാന ക്ഷേത്ര പ്രവേശന ചട്ടത്തിലെ ഒരു പ്രത്യേക ചട്ടം, അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് സുപ്രീം കോടതിയുടെ 5 അംഗ ബെഞ്ച് കണ്ടെത്തുകയും ആ 5 അംഗ ബെഞ്ചിന്റെ വിധിന്യായത്തെ തുടർന്ന് ആ സർക്കാരിന് അങ്ങനെ സ്ത്രീകളുടെ ഏജ് റെസ്ട്രിക്ഷൻ അങ്ങനെ ഒരു നിയന്ത്രണം കൊണ്ടുവരാൻ കഴിയില്ല എന്നും സ്ത്രീകൾക്ക് തുല്യതയാണ് പുരുഷന്മാരോടൊപ്പം ഉള്ളത്, അതുകൊണ്ട് ഈ ചട്ടം നിയമവിരുദ്ധമാണ് എന്ന് പറയുകയും അത് നിയമത്തിനും ഭരണഘടനയ്ക്കും വിരുദ്ധമായതുകൊണ്ട് റദ്ദാക്കുകയുമായിരുന്നു ചെയ്തിരുന്നത്. ഈ കാര്യത്തിൽ അന്ന് സംസ്ഥാന സർക്കാരിന്റെ നിലപാടും അതുതന്നെയായിരുന്നു. അത് ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജികളാണ്, റിവ്യൂ ഹർജികളാണ് പരിശോധിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എസൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസാണ്, അതായത് അയ്യപ്പ വിശ്വാസം എന്ന് പറയുന്നത് ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ പ്രത്യേക വിശ്വാസമാണ്. ആ വിശ്വാസം അയ്യപ്പ ഭക്തനായി തുടരേണ്ടതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ വിശ്വാസങ്ങളിൽ ഒന്നാണ്. അതില്ലാതെ അയ്യപ്പ ഭക്തനായി ഒരാൾക്ക് തുടരാൻ തന്നെ കഴിയില്ല. അങ്ങനെ വരുമ്പോൾ എസൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസിന്റെ സംരക്ഷണം ഈ വിശ്വാസത്തിന് ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് നിയമങ്ങളാൽ കവർന്നെടുക്കാൻ കഴിയില്ല, സർക്കാരിനോ മറ്റ് സംവിധാനങ്ങൾക്കോ കഴിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട റിവ്യൂ ഹർജിയിലെ വാദം. ആ റിവ്യൂ ഹർജികളാണ് വിശദമായ ലാർജർ ബെഞ്ചിന് വിടണമോ, ഈ 5 അംഗ ബെഞ്ചിന്റെ വിധിന്യായത്തെ സംശയിച്ചുകൊണ്ട് മറ്റൊരു ലാർജർ ബെഞ്ചിന്റെ 7 അംഗ ബെഞ്ചിനോ 9 അംഗ ബെഞ്ചിനോ വിട്ടുകൊണ്ട് ഈ കാര്യത്തിൽ വിശദമായ ഒരു പരിശോധന നടത്തേണ്ടതുണ്ടോ എന്ന കാര്യമാണ് സുപ്രീം കോടതി പരിശോധിക്കുന്നത്. അതായിരിക്കും റിവ്യൂ ഹർജിയിൽ പ്രധാനമായി പരിശോധിക്കപ്പെടുക. ശബരിമല എന്ന ഒരു ക്ഷേത്രത്തിന്റെ മാത്രം വസ്തുതകളിൽ ഊന്നി ആയിരിക്കില്ല ഒരുപക്ഷെ വാദം നടക്കുക, മറിച്ച് എസൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആണോ അല്ലയോ എന്നതിന്റെ നിയമപരമായ പരിശോധനയായിരിക്കും അവിടെ നടക്കുക. ഓക്കെ, അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ, ഇപ്പം മാറ്റം ഉണ്ടാകും, സർക്കാർ നിലപാടാണല്ലോ ഇതിലിപ്പോൾ പ്രധാനം. അപ്പം മാറ്റം ഉണ്ടാകുമെന്ന് MV ഗോവിന്ദൻ ഇന്നലെ അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു. മാറ്റമുള്ളത് മാറ്റത്തിന് മാത്രമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം നിയമപരമായ കാര്യം ആലോചിച്ച് തീരുമാനിക്കുമെന്ന് മന്ത്രി P രാജീവും പറയുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സർക്കാരിന്റെ നിലപാട് മാറുകയാണോ? ഇപ്പം ഇന്ന് ഈ വിഷയം കോടതി പരിഗണിക്കുമ്പോൾ സർക്കാരിനോട് നിലപാട് ആരായാനുള്ള സാധ്യതയുണ്ടോ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ? തീർച്ചയായിട്ടും ഇതിനകത്ത് സംസ്ഥാന സർക്കാർ ഉണ്ടാക്കിയ ചട്ടമാണ് നേരത്തെ ഇതിന് തടസ്സമായി, ഈ സ്ത്രീകളുടെ പ്രവേശനത്തിന് തടസ്സമായി നിന്നിരുന്നത്. അപ്പൊ ആ ചട്ടം ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് ചോദ്യം ചെയ്താണ് ഒരു കൂട്ടം ഹർജികൾ സുപ്രീം കോടതിയിൽ പോയത്. അതിന്റെയാണ് റിസൾട്ട് നമ്മൾ നേരത്തെ കണ്ടത്. സംസ്ഥാന സർക്കാർ ഈ കാര്യത്തിൽ ഒന്നുകിൽ ചട്ടത്തിനൊപ്പം നിൽക്കുക അല്ലെങ്കിൽ ചട്ടത്തിന് എതിരായി നിൽക്കുക എന്നുള്ളത് മാത്രമാണ് സർക്കാരിന് മുമ്പിലുള്ള പോംവഴി. നേരത്തെ സർക്കാർ കൊടുത്ത സത്യവാങ്മൂലത്തിൽ ഇത്തരത്തിലൊരു വിവേചനം, പ്രായ സംബന്ധമായ വിവേചനം നടത്തുന്നത് ശരിയായിരിക്കില്ല, അതൊരു എസൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആയിരിക്കില്ല എന്ന നിലപാടാണ്. അല്ലെങ്കിൽ അത് ശബരിമലയുടെ വിശ്വാസത്തിന് ഭരണഘടനാ മൂല്യങ്ങൾ അനുസരിച്ചുള്ള പ്രസക്തി, ഭരണഘടനാ മൂല്യങ്ങൾക്കാണ് കൂടുതൽ വെയിറ്റേജ് നൽകേണ്ടത് എന്ന നിലപാടാണ് സർക്കാർ നേരത്തെ സ്വീകരിച്ചിരുന്നത്. അതിന് വിരുദ്ധമായ ഒരു നിലപാട് സ്വീകരിക്കാനുള്ള സർക്കാരിന്റെ അവകാശം നിലനിൽക്കുന്നുണ്ട്. സർക്കാരിന്റെ കാര്യം പറയേണ്ടത് സർക്കാർ തന്നെയാണ്, ഭരിക്കുന്ന പാർട്ടികളല്ല. ഭരിക്കുന്ന പാർട്ടികൾക്കനുസരിച്ച് നിലപാട് മാറുമ്പോൾ അത് കോടതി തന്നെ അത് ചോദ്യം ചെയ്തേക്കാം. അതിനുള്ള യുക്തിസഹമായ മറുപടി കൊടുത്തുകൊണ്ട്, അല്ലാതെ LDF വന്നപ്പോൾ ഇന്ന നിലപാടായിരുന്നു, UDF വന്നപ്പോൾ മറ്റൊരു നിലപാടാണ് എന്ന തരത്തിൽ ഈ സർക്കാരിനകത്തെ പാർട്ടികൾ മാറുമ്പോൾ മാറുന്ന നിലപാടല്ല ഭരണഘടനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അല്ലെങ്കിൽ ചട്ടങ്ങളുടെ ആശാസ്യതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അതിന്റെ വാലിഡിറ്റി സംബന്ധിച്ച വിഷയങ്ങളിൽ ഉണ്ടാവുക. ഇപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ചട്ടം വന്നിട്ട് ഏതാണ്ട് 10 പതിറ്റാണ്ടുകൾ കഴിഞ്ഞു കേരളത്തിൽ. ഈ ചട്ടം വന്നതിന് ശേഷം LDFും UDFും കേരളത്തിൽ ഭരിച്ചു. ആർക്കും ഇത് ഭരണഘടനാ വിരുദ്ധമായ ചട്ടമാണ് എന്ന അഭിപ്രായം ഉണ്ടായി അത് റദ്ദാക്കിയില്ല, മറിച്ച് കോടതിയാണ് അത് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ
MV ഗോവിന്ദൻ മാഷിന്റെ വാചകങ്ങൾ നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ കോടതിയിൽ വലിയ തട്ടുകേടില്ലാതെ ഈ ഇലക്ഷൻ പ്രമാണിച്ച് ഒരു അടവ് നയത്തിലേക്ക് പാർട്ടിയോ മുന്നണിയോ ഒക്കെ പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. പക്ഷേ അവിടെ കേവലമായ അടവ് നയം എന്ന രീതിയിൽ അത് കോടതിയിൽ വിശദീകരിക്കാൻ കഴിയില്ല. കോടതിയിൽ ഇത് നിയമപരമായി വിശദീകരിക്കേണ്ടി വരും. ഒന്നുകിൽ ഈ ചട്ടം ഭരണഘടനാ വിരുദ്ധമാണ് എന്ന സുപ്രീം കോടതിയുടെ വിധിന്യായത്തോടൊപ്പം നിൽക്കുക, അല്ലെങ്കിൽ ആ വിധിന്യായത്തിൽ ഗുരുതരമായ പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്ന്. കാരണം ഇതൊരു പുതിയ വാദമല്ല സേതുലക്ഷ്മി. അതായത് ഇനി ആ ചട്ടം ശരിയാണോ തെറ്റാണോ എന്ന വാദത്തിലേക്ക് പോകുന്നതിന് അതിനപ്പുറം സുപ്രീം കോടതി ഇപ്പോൾ ഇട്ട വിധിന്യായത്തിലുള്ള പിഴവുകളും അതിന്റെ ശരി തെറ്റുകളുമാണ് റിവ്യൂ ഹർജിയിൽ പരിഗണിക്കപ്പെടുക. അതായത് അഡ്വക്കേറ്റ് ഹരീഷ് വാസവൻ, ഇപ്പം ഈ സർക്കാർ ഇപ്പം നിലപാട് മാറ്റുകയാണെങ്കിൽ തന്നെ ഇപ്പം നേരത്തെ ഈ അഞ്ചംഗ ബെഞ്ചിന്റെ നിയമത്തിനൊപ്പം സർക്കാർ ഈ നിയമമൊക്കെ നടത്താൻ ബാധ്യസ്ഥമാണ്, സുപ്രീം കോടതി എന്ത് വിധിച്ചാലും അതിനെ നടപ്പാക്കാൻ ബാധ്യസ്ഥമാണ് എന്ന് പറഞ്ഞാണ് സർക്കാർ സ്ത്രീ പ്രവേശനത്തിനൊപ്പം നിന്നതും. പിന്നീട് ഇവിടെ വനിതാ മതിലടക്കം കെട്ടിപ്പൊക്കിയതുമൊക്കെയും അതിന് ഒപ്പമായിരുന്നു. ഇപ്പോ ഇതിന് ഈ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ അങ്ങ് പറഞ്ഞതുപോലെ ഇത് എല്ലാ കാലത്തും ഓരോ പാർട്ടി വരുമ്പോഴും ശബരിമല കാര്യത്തിൽ ഓരോരോ നിലപാട് പറയാൻ പറ്റില്ല. സ്ഥിരമായ ഒരു നിലപാട് സർക്കാരിന് ഈ സംസ്ഥാനത്തിന് ഉണ്ടായിരിക്കണം ഈ വിഷയത്തിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ട് ഇതിലൊരു മാറ്റം സംഭവിച്ചു? അക്കാര്യങ്ങൾ കോടതിയെ ബോധിപ്പിക്കാൻ സർക്കാരിന് കഴിയണം, അല്ലേ? അതെ, റിവ്യൂ ഹർജിയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഇട്ടിരുന്ന വിധിന്യായം തെറ്റാണോ ശരിയാണോ എന്ന ചോദ്യമാണ് കക്ഷികളുടെ മുമ്പിൽ ഉന്നയിക്കപ്പെടുക. അപ്പൊ ആ വിധിന്യായത്തോടൊപ്പം നിൽക്കുന്നെങ്കിൽ പിന്നീട് ഒരു നിലപാട് മാറ്റുകയോ സത്യവാങ്മൂലം മാറ്റുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ അത് തെറ്റാണ്, ആ വിധിന്യായം തെറ്റാണ് എന്നൊരു റിവ്യൂ ഹർജി ഇതുവരെ ഫയൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ സർക്കാർ ആ വിധിന്യായത്തോടൊപ്പം നിൽക്കുന്നു എന്നാണ് കണക്കാക്കേണ്ടത്. ഏതെങ്കിലും കക്ഷികൾക്ക് സംസ്ഥാന സർക്കാരിന്റെ നിലപാട് ശരിയല്ല എന്ന് പറയണമെങ്കിൽ പോലും നേരത്തെയുള്ള വിധിന്യായം തെറ്റാണ് എന്ന വാദം മുന്നോട്ട് വെച്ച് അത് സാധൂകരിക്കുന്ന വാദങ്ങൾ മുന്നോട്ട് വെച്ച് കോടതിക്ക് അത് റീകോൾ ചെയ്യാൻ, നേരത്തെ വിധിന്യായം തെറ്റാണ് അത് നമുക്ക് പുനഃപരിശോധിക്കാമെന്ന് പറഞ്ഞ് റീകോൾ ചെയ്യുമ്പോഴാണ് സ്വാഭാവികമായിട്ടും പുതിയൊരു സത്യവാങ്മൂലം വേണോ വേണ്ടയോ എന്നുള്ള കാര്യം സംസ്ഥാന സർക്കാരിന് ആലോചിക്കേണ്ടി വരിക. ഇന്നത്തെ ഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിന് ഒരു പുതിയ സത്യവാങ്മൂലം കൊടുക്കേണ്ട, അഫിഡവിറ്റ് കൊടുക്കേണ്ട യാതൊരു കാരണവും ഇപ്പോൾ കാണുന്നില്ല. കാരണം നേരത്തെയുള്ള വിധിന്യായം സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്, അതിനൊപ്പം നിൽക്കുന്നു. അത് തെറ്റാണ് എന്ന് സുപ്രീം കോടതി കണ്ടെത്തുന്ന ഘട്ടത്തിൽ മാത്രമാണ് സംസ്ഥാന സർക്കാരിന് നിലപാട് മാറ്റണമെങ്കിൽ തന്നെ അങ്ങനെ ഒരു സന്നിഗ്ധ ഘട്ടത്തിലേക്ക് ഒരു പുതിയ സത്യവാങ്മൂലം കൊടുക്കേണ്ട ആവശ്യകതയിലേക്ക് വരുന്നത്. അല്ലാതെ തീർപ്പാക്കിയ കേസിൽ പഴയ സത്യവാങ്മൂലം പിൻവലിച്ച് പുതിയത് കൊടുക്കുക എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നടക്കാത്ത കാര്യമാണ്. ഓക്കെ, അഡ്വക്കേറ്റ് ഹരീഷ് വാസവൻ, ഇപ്പോഴത്തെ ഒരു 10-30 ദിവസം ഇല്ലെന്ന് തോന്നുന്നു ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട്. അപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപിൽ നിൽക്കുകയാണ് സംസ്ഥാനം. അപ്പം ഈ ഹർജികളിലെ വാദം അതിന് മുൻപായി നടക്കുമോ? സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അത് സുപ്രീം കോടതിയിൽ ഒരുപാട് കേസുകൾ കെട്ടിക്കിടക്കുന്നത് കൊണ്ട് ഭരണഘടനാ ബെഞ്ചിന്റെ കേസുകൾ എന്ന് പറഞ്ഞാൽ ഈ 5 ബെഞ്ചിൽ നിന്ന് 7 ബെഞ്ചിലേക്ക് പോകണമെങ്കിൽ നമുക്കറിയാം ഈ 7 ജഡ്ജിമാരും മറ്റ് പല കേസുകളും കേട്ടുകൊണ്ടിരിക്കുന്ന റെഗുലർ ബെഞ്ചിന്റെ ഭാഗമാണ്. അപ്പൊ ആ 7 ജഡ്ജിമാരുടെ സമയക്രമം നോക്കി അവർ നിലവിൽ കേട്ടുകൊണ്ടിരിക്കുന്ന കേസുകൾ അഫക്റ്റ് ചെയ്യാതെ, അവരുടെ സിറ്റിങ്ങിനെ അഫക്റ്റ് ചെയ്യാതെ വേണം ഒരു 7 ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്ന് പറയുന്നത്. സാധാരണഗതിയിൽ അത് ഇലക്ഷന് മുമ്പ് ബുദ്ധിമുട്ടാണ്. കാരണം അത് ഡെയിലി അവരുടെ പ്രോസസ്സിനെ ബാധിക്കും. 7 ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതെല്ലാം ഇന്ന് നടക്കുന്ന വാദങ്ങൾക്കനുസരിച്ചായിരിക്കും. ഇത് ലാർജർ ബെഞ്ചിന് വിടാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ ഉടനെ നടക്കാൻ സാധ്യതയില്ല എന്നാണ് നമ്മുടെ കഴിഞ്ഞകാല അനുഭവം നമ്മളെ പഠിപ്പിക്കുന്നത്. കാരണം 2019 ശേഷം ഇപ്പോഴാണ് ഇത് പരിഗണിക്കപ്പെടുന്നത്. ഇത്രയും കാലമായി ഈ റിവ്യൂ ഹർജി തന്നെ കേൾക്കാൻ സമയം വൈകി എന്ന് പറഞ്ഞാൽ 7 ബെഞ്ച് പരിഗണിക്കാനിരിക്കുന്ന നിരവധി കേസുകൾ ഒരു കേസായിട്ട് ഇത് മാറ്റും. അതല്ല, സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആണ് ഇത് പെട്ടെന്ന് കേൾക്കണോ വേണ്ടയോ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കേൾക്കണം എന്നൊരു തീരുമാനമെടുത്ത് പെട്ടെന്ന് ഒരു ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കേട്ടാൽ അത്ഭുതമൊന്നുമില്ല. പക്ഷേ സുപ്രീം കോടതിയുടെ നിലവിലുള്ള കീഴ്വഴക്കം നമ്മൾ നോക്കിയാൽ 7 ബെഞ്ച് പരിഗണിക്കേണ്ട നിരവധി വിഷയങ്ങൾ പെൻഡിങ് ആണ്. അതുകൊണ്ട് തന്നെ വർഷങ്ങൾ എടുക്കാനാണ് സാധ്യത. ഓക്കെ, അഡ്വക്കേറ്റ് ഹരീഷ് വാസവൻ, ഒരു കാര്യം കൂടി ചോദിച്ചാൽ അവസാനിപ്പിക്കും. ഇപ്പം 2018 വന്ന വിധിയാണ്. അന്ന് എല്ലാവരും വിധിയെ സ്വാഗതം ചെയ്തു. അതിനുശേഷം UDFും BJPയും നിലവിലെ സാഹചര്യങ്ങൾ കണ്ട് അതിൽ നിന്ന് പിന്മാറി. ഇടതുമുന്നണി സുപ്രീം കോടതി വിധിക്കൊപ്പം നിന്നു. വിഷയം കൈവിട്ടു പോകുന്നു എന്ന് തോന്നിയ ഘട്ടത്തിൽ പോലും യുവതികളെ സന്നിധാനത്തേക്ക് കയറ്റാൻ ശ്രമിച്ചവരാണ് ഇടതുമുന്നണി. വനിതാ മതിൽ പണിഞ്ഞതാണ് അന്നത്തെ സർക്കാർ. ആ കോലാഹലങ്ങൾക്ക് ശേഷം ഇന്ന് വരെ ഒരു സ്ത്രീയും ശബരിമലയിലേക്ക് പോയിട്ടില്ല. ആരും ഒരു സ്ത്രീക്കും ഒരു സംരക്ഷണവും നൽകിയില്ല. അപ്പോൾ സർക്കാരിന്റെ ഈ മാറ്റം അത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സമുദായ സംഘടനകൾ ഒപ്പം നിൽക്കുന്നു, അവരെ ഒപ്പം നിർത്തണം. ഈ ലക്ഷ്യങ്ങളൊക്കെ കൂടെ കണ്ട് മുന്നിൽ കണ്ടാവില്ലേ? അഭിഭാഷകൻ എന്ന നിലയ്ക്കല്ല, ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്നുള്ള നിലയിൽ കൂടി ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്. അല്ല, അത് തീർച്ചയായിട്ടും അത് ശരിയല്ലേ? കാരണം ഒരു അഴകുഴമ്പൻ സമീപനം സ്വീകരിച്ച് ഇത്തരം വിഷയങ്ങളിൽ
ഈ തുല്യത, സമത്വം, ഭരണഘടനാ മൂല്യം എന്നൊക്കെ പറഞ്ഞ LDF തന്നെ ഇപ്പോൾ ഒരു അഴകുഴമ്പൻ സമീപനം സ്വീകരിക്കുന്നത് ഈ ഇലക്ഷൻ മുൻനിർത്തി തന്നെയാണെന്നുള്ളത് പാർട്ടി സെക്രട്ടറിയുടെ നിലപാടിൽ നിന്ന് തന്നെ വ്യക്തമാണല്ലോ. അത്തരത്തിലൊരു അത് കേൾക്കുമ്പോൾ നമുക്ക് വളരെ പരിഹാസ്യതമായിട്ടാണ് എനിക്കത് തോന്നിയത്. ഇത്രയേറെ അധപ്പതിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് CPM പോലൊരു പാർട്ടിയുടെ സെക്രട്ടറി സംസാരിക്കുക, അല്ലെങ്കിൽ സർക്കാർ തന്നെ അതിൽ കൃത്യമായ നിലപാടില്ലായ്മ പറയുക. ഇതിനകത്ത് നമ്മൾ പൊതു രംഗത്ത് എന്തൊക്കെ ചർച്ച ചെയ്താലും കേരളത്തിൽ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി വന്നതിന് ശേഷം അത് നടപ്പാക്കി കിട്ടാൻ കേരളത്തിലെ ഒരു സ്ത്രീകൾക്കും അതിനുശേഷം ആദ്യത്തെ 2 പേര് കയറിയത് ഒഴിച്ചാൽ അതിനുശേഷം കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരു നിയമം നിലനിൽക്കുന്നു, അതിനുശേഷം സുപ്രീം കോടതി അത് സ്റ്റേ ചെയ്യുകയുണ്ടായി. അപ്പൊ അതുവരെ അങ്ങനെ ഒരു വിധിന്യായം നടപ്പാക്കി കിട്ടാനുള്ള പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അത് പക്ഷേ നമ്മുടെ നിയമം നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് അത് പ്രശ്നം. ഇപ്പൊ BJPയുടെ നിലപാടെടുത്താലും UDFന്റെ നിലപാടെടുത്താലും ഇതിനകത്ത് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആണ് ഈ അവിടെ കയറാതിരിക്കേണ്ടത് എന്ന തരത്തിലുള്ള ഒരു വാദമൊന്നും അവർ മുമ്പോട്ട് വയ്ക്കുന്നില്ല. അവരൊരു പ്രായോഗിക രാഷ്ട്രീയ സമീപനമാണ് സ്വീകരിക്കുന്നത്. ആ പ്രായോഗിക രാഷ്ട്രീയ സമീപനമാണോ ഭരണഘടനാ മൂല്യത്തിനൊപ്പമാണോ, നേരത്തെ പറഞ്ഞ വാക്കുകൾക്കൊപ്പമാണോ സർക്കാർ നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട ചോദ്യം. ഇലക്ഷൻ കാലത്ത് ഒരു പാർട്ടിക്കും രാഷ്ട്രീയ മൂല്യമോ ഭരണഘടനാ മൂല്യമോ പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്രിവിലേജ് കേരളം പോലൊരു സമൂഹത്തിൽ ഇല്ല എന്നുള്ളതാണ് കഴിഞ്ഞകാല അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഓക്കെ, അഡ്വക്കേറ്റ് ഹരീഷ് വാസൻ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് വിത്ത് അസ്. അങ്ങനെയൊക്കെ നല്ലൊരു ദിവസം കൂടി ആശംസിക്കുന്നു. താങ്ക് യു. ഓക്കെ.